യുഎഇയിലെ ഇത്തിഹാദ് റെയിലിൽ രാജ്യത്തിന്റെ സായുധ സേനാ വിഭാഗ തലവൻ യാത്ര നടത്തി. റെയിൽപാതയിലൂടെ പ്രോട്ടോടൈപ്പ് പാസഞ്ചർ ട്രെയിനിൽ അബുദാബിയിൽ നിന്ന് ദുബായിലേക്കാണ് യാത്ര നടത്തിയത്. പാസഞ്ചർ ട്രെയിനുകൾ വൈകാതെ സർവീസ് ആരംഭിക്കുമെന്നാണ് പ്രതീക്ഷ. സായുധ സേന ഡെപ്യൂട്ടി ചീഫ് ഓഫ് സ്റ്റാഫ് മേജർ ജനറൽ ഷെയ്ഖ് അഹമ്മദ് ബിൻ തഹ്നൂൻ അൽ നഹ്യാന്റെ നേതൃത്വത്തിലായിരുന്നു യാത്ര. പ്രതിരോധ മന്ത്രാലയ പ്രതിനിധി സംഘത്തോടൊപ്പം നടന്ന യാത്ര ഇത്തിഹാദ് റെയിലിന്റെ പ്രധാന പ്രവർത്തനങ്ങളും അറ്റകുറ്റപ്പണികളും നടത്തുന്ന അബുദാബിയിലെ അൽഫായിൽ നിന്ന് ആരംഭിച്ച് ദുബായിലെ അൽ ഖുദറയിലാണ് സമാപിച്ചത്. ദേശീയ റെയിൽ ശൃംഖലയുടെ ചരക്ക് ഗതാഗതത്തിനുള്ള ട്രെയിൻ സർവീസുകളുടെ പ്രവർത്തനങ്ങളുടെ പുരോഗതിയും കമ്പനിയുടെ ഉദ്ഘാടനത്തിന് ശേഷമുള്ള നേട്ടങ്ങളും സംഘം വിലയിരുത്തി. ജനുവരിയിൽ അൽദഫ്ര മേഖലയിലെ അൽദന്നയെയും അബുദാബി നഗരത്തെയും പരസ്പരം ബന്ധിപ്പിക്കുന്ന പാതയിൽ യുഎഇ വ്യവസായ അഡ്വാൻസ് ടെക്നോളജി വകുപ്പ് മന്ത്രിയും അഡ്നോക്കിന്റെ മുതിർന്ന ഉദ്യോഗസ്ഥരും കന്നി പാസഞ്ചർ യാത്ര നടത്തിയിരുന്നു. ഇത്തിഹാദ് റെയിൽ പാതയുടെ നിർമ്മാണം പൂർത്തിയായി ചരക്കുനീക്കം കഴിഞ്ഞ ഫെബ്രുവരി മുതൽ ആരംഭിച്ചിട്ടുണ്ട്. 11 നഗരങ്ങളെ ബന്ധിപ്പിക്കുന്ന പാസഞ്ചർ ട്രെയിൻ സർവീസ് പാതയിൽ ആരംഭിക്കുമെന്ന് 2021 ഇത്തിഹാദ് റെയിൽ പ്രഖ്യാപിച്ചിരുന്നു. മണിക്കൂറിൽ 200 കിലോമീറ്റർ വേഗത്തിൽ സഞ്ചരിക്കുന്ന ട്രെയിനുകൾ അബുദാബിയിൽ നിന്ന് ദുബായിലേക്ക് 50 മിനിറ്റ് കൊണ്ടെത്താൻ വഴിയൊരുക്കും. ജനം, ദുബായ്.